ലേപ്പാക്ഷി എന്ന് പറയുന്ന പ്രദേശത്തായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് ഈ കാണുന്നത്. നമ്മളങ്ങനെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ താഴെ ഭാഗത്തായിട്ട് ഇതുപോലത്തെ കടകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ടത് കരിമ്പ് സുലഭമായി കിട്ടുന്ന പ്രദേശമാണ് എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കടകൾ കരിമ്പ് ജ്യൂസ് വിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 20 രൂപ എന്നുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ തന്നെ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് കയറാൻ. അങ്ങനെ കയറുന്ന ഭാഗത്ത് ഇതുപോലത്തെ ഒരു ബോർഡ് കാണാൻ സാധിക്കും. പിന്നീട് സ്റ്റെപ്പുകൾ കയറി വന്നാൽ ഒരു പാർക്കിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് മുൻഭാഗത്തായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ മുന്നിൽ നിന്ന് നമ്മൾ നോക്കി കാണുമ്പോൾ ടൗണിൻ്റെ പകുതി ഭാഗവും നമുക്ക് കാണാൻ സാധിക്കും. വലത് ഇടത് ഭാഗത്തൊക്കെ തന്നെ ഇതുപോലത്തെ പാർക്കിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഇരിപ്പിടങ്ങളൊക്കെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വളരെ രസകരമായിട്ടാണ് ഇതിങ്ങനെ ചെയ്തു വെച്ചത് കാണാനായിട്ടുള്ളത്. അങ്ങനെ ക്ഷേത്രം മതിലിലേക്ക് നോക്കുമ്പോൾ പടുകൂറ്റൻ പാറകൾ കൊണ്ടാണ് മതിൽ നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാം തന്നെ കരിങ്കല്ലുകളാണ്. മെയിൻ കവാടത്തിലായിട്ട് ഇതുപോലത്തെ ദേവി ദേവന്മാരുടെ പടങ്ങളെല്ലാം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാനായിട്ട്. അങ്ങനെ ക്ഷേത്രത്തിനുള്ളിൽ കയറിയതും ഇതുപോലത്തെ പല രൂപങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും നമുക്ക് കിട്ടുകയാണ്. അങ്ങനെ നോക്കി കാണുമ്പോൾ പല കലാകാരന്മാരുടെയും കലാപ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പാറയിൽ ഇത്ര മനോഹരമായിട്ട് കൊത്തിവെച്ച ആ ഒരു ശില്പങ്ങളെല്ലാം തന്നെ വളരെ കൗതുകത്തോടു കൂടിയിട്ടാണ് ഞാനും അഫ്താബും നോക്കിക്കണ്ട് നടക്കുന്നത്. അങ്ങനെ മുന്നിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ കയറി വന്ന ആ ഒരു സ്റ്റെപ്പ് ഇവിടെ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പാറ മുകളിലായിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. കയറി വരുന്ന സ്ഥലത്ത് മണ്ണിട്ട് അവിടെ നല്ല ഡെക്കറേഷൻ ചെയ്തതുകൊണ്ട് തന്നെ പാറയുടെ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. ഇവിടങ്ങളിലൊക്കെ തന്നെ നടക്കുമ്പോഴാണ് ഇതൊരു പാറക്ക് മുകളിലാണല്ലോ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചു പോവുക. പല ഏരിയയിലും ഇടിഞ്ഞ് പൊളിഞ്ഞാടിയിട്ടുണ്ട്. പക്ഷേ പല ഏരിയയിലും ഇന്നും ആ ഒരു ബിൽഡ് ക്വാളിറ്റിയിൽ അതങ്ങനെ നിലനിൽക്കുന്നുണ്ട്. സൺസൈഡ് പോലത്തെ ഭാഗങ്ങളൊക്കെ തന്നെ അത് കൊത്തിയെടുത്ത് ഉണ്ടാക്കിയത് കാണാൻ തന്നെ വളരെയധികം രസകരമാണ് എന്നുള്ളതാണ്. പല ഏരിയയിലും നടക്കുമ്പോൾ നമുക്ക് തണുപ്പ് ഫീലിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും വെയിലുള്ള ഏരിയയിലൊക്കെ തന്നെ കൊടും ചൂടാണ് അനുഭവപ്പെടുന്നത്. രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ വേണം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കയറാൻ എന്നുള്ളതാണ് ഞങ്ങളിങ്ങനെ അഭിപ്രായപ്പെട്ടത്. ചെമ്പകപ്പൂവിൻ്റെ ഒരു മരവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഒരുപാട് ചുറ്റി നടന്ന് കാണാനുള്ള ഈ ഒരു സ്ഥലം പല വിസിറ്റേഴ്സും ഇവിടെ വന്നു പോകുന്നുണ്ട്. ലേപ്പാക്ഷി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ എടുത്തു പറയേണ്ട അടിത്തൂണാണ് ഈ ഒരു ക്ഷേത്രം. അതുപോലെ തന്നെ ഇവിടെ അടുത്തായിട്ടൊരു പാർക്ക് വരുന്നുണ്ട്. പാർക്കിൽ വലിയൊരു പക്ഷിയുടെ ശില്പം കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഹനുമാൻ്റെ കാൽപാദവും പതിഞ്ഞൊരു പാറയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഏരിയയാണ് ലേപ്പാക്ഷി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം. ഹിന്ദുപൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഏകദേശം 14 കിലോമീറ്ററാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഉള്ളത്. ബാംഗ്ലൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഇവിടെ നിന്ന് 140 കിലോമീറ്ററും കർണാടക ബോർഡിലേക്ക് ഇവിടെ നിന്ന് 14 കിലോമീറ്ററുമാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുള്ളത് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സിൻ്റെ എണ്ണം കുറവാണ് എന്നുള്ളതാണ്. ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ വളരെയധികം വിസിറ്റേഴ്സ് വരുന്നു പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ലേപ്പാക്ഷിയിലുള്ള പാർക്കിലേക്ക് നമ്മൾ പോയത് ശനിയാഴ്ചയാണ്. അന്നേ ദിവസം ഇവിടെ കാല് കുത്താൻ ഗ്യാപ്പില്ലാത്ത രീതിയിൽ വാഹനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു നിർമ്മാണമാണ് നമ്മളെ വല്ലാതെ കണ്ട് അത്ഭുതപ്പെടുത്തിയത്. പല കല്ലുകളും പല രീതിയിൽ കൊത്തിയെടുത്ത ഈ ഒരു പ്രവർത്തനം എത്രത്തോളം ആളുകളുടെ അധ്വാനമാണ് എന്നുള്ളതാണ് ഞങ്ങളിങ്ങനെ വിലയിരുത്തിയത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മെയിൻ കവാടത്തിലായിട്ട് വരുന്ന ഈ ഒരു ഏരിയ ഒരുപാട് തൂണുകൾ കൊണ്ടാണ് അലങ്കരിച്ച് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ സെൻറ്റർ ഭാഗമായിട്ട് ഇങ്ങനെയും ഒരു മാർക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കും. പല വിധത്തിലുള്ള കൊത്തുപണികളാണ് ഓരോ സ്ഥലങ്ങളിലും എടുത്തു വെച്ചത് കാണാൻ സാധിക്കുന്നത്. അതിൻ്റേതായ ആ രൂപത്തിൽ അതിങ്ങനെ കൊത്തിവെച്ചത് കാണാൻ തന്നെ വളരെയധികം രസകരമാണ്. ചുറ്റുമതിലുകൾക്കുള്ളിൽ ഇതൊരു പാറയ്ക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു
ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തേക്ക് വന്നാൽ മാത്രമേ ഇതൊരു പാറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക. പാറയ്ക്ക് മുകളിലായിട്ട് ഇതിങ്ങനെ നിർമ്മിച്ചു വെച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എത്രത്തോളം ക്വാളിറ്റിയിൽ എത്രത്തോളം പഴക്കമുണ്ട് എന്നുള്ളതാണ് നമ്മളിങ്ങനെ വിലയിരുത്തിയത്. അങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഇതുപോലെ വലിയൊരു പാമ്പിൻ്റെ രൂപവും അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പല കല്ലിലും പല രൂപത്തിലാണ് കൊത്തുപണികളൊക്കെ തന്നെ എടുത്തു വെച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് മേൽക്കൂരയെല്ലാം തന്നെ പൊളിഞ്ഞാടിയ കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.